ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ പേപ്പറുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു കളർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി ആ മടക്കിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിനേക്കാളും കുറച്ച് വീതിയുള്ള പീസുകൾ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു പേപ്പർ ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് നമ്മൾ 4 ആക്കി മടക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു പീസ് ഇതുപോലെ മടക്കി ഇലയുടെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ 2 എണ്ണമാണ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് ബ്ലൂ കളറിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ചെറിയ 4 പീസുകൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിൽ നിന്നും ഒരു 3 എണ്ണമാണ് നമുക്ക് വേണ്ടത്. അതെല്ലാം നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 3 എണ്ണം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് കുറച്ച് വലുതാണ് വേണ്ടത്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതെല്ലാം നമ്മൾ ഈ വലുതിലേക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള അതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ വലുത് നമ്മൾ അതിലേക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ മുഴുവനായും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഈ നടുക്ക് മാത്രമാണ് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അടുത്തത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ഒട്ടി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളതിൽ മുഴുവനായും ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാഞ്ഞത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതിലും നമുക്ക് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മളിവിടെ ഫ്ലവറിന്റെ മൊട്ടുകളാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മളത് 4 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഗ്രീൻ കളർ പീസ് നമുക്ക് ബ്ലൂ കളറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് മൊട്ടുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കളർ പേപ്പറുകൾ കൊണ്ട് ചെയ്തെടുക്കുന്ന ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു 4 എണ്ണം കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൂ കളർ പേപ്പറും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും കൂടെ ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മളതിൽ മുഴുവനായും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഈ നടുക്ക് മാത്രമായിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളിത് വിടർത്തി കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ അരികുവശം നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ അരികുവശം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മുട്ടുകൾ നമ്മൾ ചെയ്തെടുത്തു. ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്നത് ഫ്ലവറാണ്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ഒരു സൈഡും നമ്മൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ 2 സൈഡും ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെ ഓരോ ഫ്ലവറും നമുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ആ ഗ്രീൻ കളർ മൊട്ടുകൾ 4 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള മൊട്ടുകളും നമ്മളൊരു 4 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലവർ നമ്മൾ 8 എണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കാണ് അതെല്ലാം ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ആദ്യം ഗ്രീൻ കളർ മൊട്ടുകൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പേപ്പർ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇനി നമുക്ക് ഈ മൊട്ടുകൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അത് 4ഉം ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കൾ കൂടെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ പേപ്പർ ഫ്ലവർ കാണാനായിട്ട്? ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മുടെ ഈ ഒരു ഫ്ലവർ മേക്കിംഗ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.